എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ടാരോട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫ്യൂച്ചർ ലവ് ആൻഡ് കരിയർ അതിൻ്റെ ഒരു പ്രഡിക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കാർഡ്സാണ് കിട്ടുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് യൂണിവേഴ്സ് വ്യക്തമാക്കുകയാണ്. ഈ റീഡിങ്ങിൽ ആദ്യം വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് വാൻഡ്സ് ആണ്. ഈ പ്രണയത്തിൽ അംഗീകാരത്തിൻ്റെ ഒരു ഊർജ്ജമാണ് കാണുന്നത്. പലർക്കും അടുത്ത കാലത്ത് നിങ്ങൾക്ക് വിലപ്പെട്ടവനാണ് അല്ലെങ്കിൽ വിലപ്പെട്ടവളാണ് എന്ന ഒരു ബോധം ശക്തമാകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കൊടുത്തിട്ടും വിലമതിക്കപ്പെടാത്തതായി തോന്നിയിരുന്നെങ്കിൽ ആ ഘട്ടം അവസാനിക്കുകയാണ്. ചിലർക്ക് ഒരു പബ്ലിക്ലി അക്നോളജ്ഡ് ലവ് അല്ലെങ്കിൽ പ്രപ്പോസൽ, ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി മൊമെൻറ്റ് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനൊപ്പം 5 ഓഫ് സോർഡ്സ് വന്നത് ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ചിലപ്പോൾ ഒരു ഈഗോ ക്ലാഷസ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, പവർ സ്ട്രഗിൾ എന്നിവയാണ് പല ബന്ധങ്ങളും തകർക്കുന്നതിൻ്റെ കാരണമായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ജയിക്കണമെന്ന ആഗ്രഹം സ്നേഹത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം. ഇപ്പം യൂണിവേഴ്സ് പറയുന്നത് ഇതാണ്: പ്രണയത്തിൽ ഒരാൾ ജയിക്കുകയും മറ്റാൾ തോറ്റുപോവുകയും ചെയ്താൽ അവിടെ സന്തോഷം നിലനിൽക്കില്ല എന്നാണ്. ദ ഫൂൾ കാർഡ് ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ്. പല വ്യൂവേഴ്സിനും പ്രണയത്തിലൊരു ഫ്രഷ് സ്റ്റാർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ വേദനകളും ഭയങ്ങളും വിട്ടുവിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പുതിയ വ്യക്തി അല്ലെങ്കിൽ ഒരു പഴയ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ രൂപത്തിൽ വരാം എന്നും പറയുന്നുണ്ട്. ദ ഫുൾ കാർഡ് പറയുന്നത് ലവ് നീഡ്സ് കറേജ് എന്നാണ്. എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ മാജിക്ക് നടക്കത്തില്ല. അടുത്തത് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ ഹൃദയം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. വീണ്ടും വേദനിക്കുമോ എന്നൊരു ഭയം കാരണം ചിലർ ഇമോഷണലി ഒരു ക്ലോസ്ഡ് ആയിരിക്കാം. സ്നേഹം കൺട്രോൾ ചെയ്താൽ നിലനിൽക്കത്തില്ല. ബാലൻസ് വേണം. ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ആർക്കും കടക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു ക്ലോസ് ചെയ്യുന്ന രീതിയിലാകണ്ട. ഇവിടെ പേജ് ഓഫ് പെന്റിക്കിൾസ് പ്രണയത്തിലൊരു സ്ലോ ബട്ട് സ്റ്റഡി എനർജി കൊണ്ടുവരുന്നു. ഇത് വലിയ ഡ്രാമാറ്റിക് ലവ് അല്ല, മറിച്ച് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ലവ് ആണ്. ചിലർക്കിത് ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പിന്നെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ കാണുന്ന ഒരു കാണുന്നുണ്ട്. ഒരു ചെറിയ തുടക്കത്തിലൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാവി എന്നതാണ് ഈ കാർഡിൻ്റെ സന്ദേശം. റീഡിങ്ങിൻ്റെ അവസാനത്തിൽ കിങ് ഓഫ് പെന്റിക്കിൾസ് വരുന്നത് വളരെ ശക്തമായ ബ്ലെസ്സിങ് ആണ്. ഇത് മെച്യൂറായിട്ടും ഒരു ലോയൽ റെസ്പോൺസിബിൾ പാർട്ട്ണറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മാരേജ് എനർജിയും ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റേബിൾ ലവ്, ഇതെല്ലാം ഈ കാർഡിൻ്റെ ഭാഗമാണ്. നിങ്ങൾ കയോസ് വിട്ട് ഒരു പീസ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാച്ചുറലി വരും. ലവിൻ്റെ കാര്യത്തിൽ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സ്നേഹമൊക്കെ ജയിക്കാനുള്ളൊരു കളിയായിട്ട് കാണണ്ട. സുരക്ഷയും സമാധാനവും നൽകുന്നിടത്താണ് സോൾമേറ്റ് എനർജി വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് പ്രിപ്പയർ ആകുന്നത് അപ്പോൾ സ്നേഹവും നിങ്ങളെ തേടി വരും എന്നാണ് പറയുന്നത്. അടുത്തത് കരിയറിൻ്റെ കാർഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ റീഡിങ് നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തിക സ്ഥിതി, ഭാവി ദിശ എന്നിവയെക്കുറിച്ചാണ്. ഈ റീഡിങ്ങിൽ ആദ്യം വരുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. കരിയർ റെക്കഗ്നീഷൻ്റെ കാർഡാണത്. നിങ്ങളുടെ ജോലി, കഴിവ്, പരിശ്രമം ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഒരു പ്രൊമോഷൻ, ഒരു അപ്രിസിയേഷൻ, ഒരു സക്സസ് ന്യൂസ്, ഇൻ്റർവ്യൂ സക്സസ് എന്നിവ പലർക്കും അടുത്ത കാലത്ത് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ 5 ഓഫ് സോർഡ്സ് പറയുന്നത് കരിയറിൽ പൊളിറ്റിക്സ്, കോമ്പറ്റീഷൻ, ഒരു അൺഹെൽത്തി റിവാൽറി എന്നിവയാണ്. ചിലർക്കുള്ള ബിഗ്ഗസ്റ്റ് ചലഞ്ച് അതായിരിക്കും. ജയിക്കാൻ എന്ത് വില കൊടുത്തും എന്നൊരു മെൻറ്റാലിറ്റി നിങ്ങളുടെ വർക്ക് പ്ലേസിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഡ്രെയിൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം യൂണിവേഴ്സ് മുന്നറിയിപ്പ് നൽകുന്നത് ഒരു അൺഎത്തിക്കലായിട്ടുള്ളൊരു വിക്ടറി ഒരിക്കലും ലോങ് ടൈം സക്സസ് നൽകത്തില്ല എന്നാണ്. പിന്നെ ഇവിടെ ദ ഫൂൾ കാർഡ് വരുന്നത് കരിയറിൽ ഒരു പുതിയ വഴിയിലേക്ക്
കടക്കാനുള്ള സൂചനയായിട്ടാണ് കാണിക്കുന്നത്. ഒരു ജോബ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ചേഞ്ച്, ഫ്രീലാൻസിങ്, റീലൊക്കേഷൻ, ഇതൊക്കെ ചിലർക്ക് ഒരു ഭയപ്പാടായിട്ട് കാണാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് റിസ്ക് എടുത്തില്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്നാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാകണം എന്നാണ് കാണിക്കുന്നത്. റിസ്ക് എടുത്താലേ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്തത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 4 ഓഫ് പെൻറ്റിക്കിൾസ് ഈ ഘട്ടത്തിൽ ഫിനാൻഷ്യൽ ഫിയർ കാണിക്കുന്നുണ്ട്. ഇത് വിട്ടാൽ നിങ്ങൾ സേഫ് ആയിരിക്കുമോ എന്ന ചിന്ത ഒക്കെ ഉണ്ട്. പണം പിടിച്ചു നിൽക്കാനുള്ള ഒരു ആഗ്രഹം എന്നത് ഒരു അണ്ടർസ്റ്റാൻഡബിളാണ്. പക്ഷേ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടാക്കും. അത് കൺട്രോൾഡ് റിസ്ക് ആണ് കീ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വരുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. കരിയറിൽ വളരെ നല്ല സൂചനയാണ് കാണിക്കുന്നത്. ഒരു പുതിയ കോഴ്സിന് ചേരാനോ അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാനോ ഒരു ട്രെയിനിങ്, ഒരു സ്കില്ല് വളർത്താനൊക്കെ ഉള്ളൊരു ചാൻസ്, ഇതൊക്കെ നിങ്ങളുടെ വലിയ ടേണിംഗ് പോയിൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സ്മോൾ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബിഗ് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു എന്നതാണ് ഈ കാർഡിൻ്റെ മെയിൻ മെസ്സേജായിട്ട് തരുന്നത്. അവസാനമായി കിങ് ഓഫ് പെൻറ്റിക്കിൾസ് കരിയർ റീഡിങ്ങിൽ വന്നാൽ അത് അൾട്ടിമേറ്റ് സക്സസ് എനർജിയാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു ലീഡർഷിപ്പ് പൊസിഷൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഗ്രോത്ത്, ഈ പ്രോപ്പർട്ടി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലോങ് ടൈം സെക്യൂരിറ്റി, ഇതെല്ലാം സ്ലോലി ആയിരിക്കും, പക്ഷേ ഷുവർലി നിങ്ങളിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. ക്ഷമയും അതുപോലെ ഡിസിപ്ലിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് അബഡൻസ് കൊണ്ടുവരുത്തരുമെന്നാണ് പറയുന്നത്. കരിയറിൽ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്, ചെറിയ തുടക്കങ്ങളെ നിങ്ങൾ അവഗണിക്കരുത്. എത്തിക്സ് വിട്ടാൽ വിജയം ഉണ്ടാകത്തില്ല എന്നും പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ ഒരിക്കലും വെറുതെ ആകില്ല എന്നും പറയുന്നുണ്ട്. ഈ ലവ് കരിയറിൻ്റെ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.